KEAM 2025 കെമിസ്ട്രിയുടെ സിലബസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ അതിൽ 18 യൂണിറ്റ്സാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ആ ഓരോ യൂണിറ്റിലുമുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് 1 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി +1 ടോപ്പിക്കാണ്. അതിൽ ജനറൽ ഇൻട്രൊഡക്ഷൻ, ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് കെമിസ്ട്രി, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ടു particulate nature of matter, laws of chemical combination, Dalton's atomic theory, concept of elements, atoms and molecules, atomic and molecular masses, mole concept and molar mass, percentage composition and empirical and molecular formula, chemical reactions, stoichiometry and calculations based on stoichiometry. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ യൂണിറ്റ് 1 നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് യൂണിറ്റ് 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിൽ പഠിക്കാനുള്ളത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, അറ്റോമിക് നമ്പർ, ഐസോട്ടോപ്സ് ആൻഡ് ഐസോബാർസ്, തോംസൺസ് മോഡൽ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, റൂദർഫോർഡ്സ് മോഡൽ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, ബോർസ് മോഡൽ ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്, കോൺസെപ്റ്റ് ഓഫ് ഷെൽസ് ആൻഡ് സബ്ഷെൽസ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് ലൈറ്റ്, ഡി ബ്രോളീസ് റിലേഷൻഷിപ്പ്, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, കോൺസെപ്റ്റ് ഓഫ് ഓർബിറ്റൽസ്, quantum numbers, shapes of s, p and d orbitals, rules for filling electrons in orbitals, that is Upper principle, Pauli's exclusion principle, Hund's rule, electronic configuration of atoms, stability of half-filled and completely filled orbitals. അടുത്തത് യൂണിറ്റ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് ദി പ്രസന്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്, അറ്റോമിക് റേഡിയൈ, അയണിക് റേഡിയൈ, inert gas radii, ionization enthalpy, electron gain enthalpy, electron negativity, valence, nomenclature of elements with atomic number greater than 100. ഇനി യൂണിറ്റ് 4 നിന്ന്, that is chemical bonding and molecular structure, valence electrons, ionic bond, covalent bond, bond parameters, Lewis structure, polar character of covalent character of ionic bond, valence bond theory, resonance, geometry of covalent molecules, VSEPR theory, concept of hybridization involving s, p and d orbitals and shapes of some simple molecules, molecular orbital theory of homonuclear diatomic molecules, qualitative idea only, hydrogen bond. ഇനി അടുത്തത് യൂണിറ്റ് 5 തെർമോഡൈനമിക്സ് ആണ്. കോൺസെപ്റ്റ്സ് ഓഫ് സിസ്റ്റംസ്, ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, സറൗണ്ടിങ്സ്, വർക്ക്, ഹീറ്റ്, എനർജി, എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, ഇന്റേണൽ എനർജി ആൻഡ് എൻതാൽപ്പി, ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് സ്പെസിഫിക് ഹീറ്റ്, മെഷർമെന്റ് ഓഫ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ എച്ച്, ഹെസസ് ലോ ഓഫ് constant heat summation, enthalpy of bond dissociation, combustion, formation, atomization, sublimation, phase transition, ionization, solution and dilution, introduction of entropy as a state function, second law of thermodynamics, Gibbs energy change for spontaneous and non-spontaneous process, criteria for equilibrium, third law of thermodynamics, brief introduction. അപ്പോൾ ഇത്രയാണ് തെർമോഡൈനമിക്സ് പഠിക്കാനുള്ളത്. അടുത്ത യൂണിറ്റ് 6 ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയം ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ്, ഡൈനാമിക് നേച്ചർ ഓഫ് ഇക്വിലിബ്രിയം, ലോ ഓഫ് മാസ് ആക്ഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം, ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ, അയണിക് ഇക്വിലിബ്രിയം, അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്, സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് പോളിബേസിക് ആസിഡ്സ്, ആസിഡ് സ്ട്രെങ്ത്, കോൺസെപ്റ്റ് ഓഫ് pH, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്സ്, എലിമെന്ററി ഐഡിയ ഓൺലി, buffer solutions, Henderson equation, solubility product, common ion effect with illustrative examples. ഇനി അടുത്ത യൂണിറ്റ് 7 റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി. റിഡോക്സ് റിയാക്ഷൻ നമ്മൾ +1 ടോപ്പിക്കാണ്. ഇലക്ട്രോകെമിസ്ട്രി നമ്മുടെ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻസ്, ഓക്സിഡേഷൻ നമ്പർ, ബാലൻസിംഗ് റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് ലോസ് ആൻഡ് gain of electron and change in oxidation numbers, applications of redox reactions, conductance in electrolytic solutions, specific and molar conductivity, variations of conductivity with concentrations. +1 +2 കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. Kohlrausch's law, electrolysis and laws of electrolysis, elementary data only, dry cell, electrolytic cells and galvanic cells, lead accumulator, EMF of a cell, standard electrode potential, Nernst equation and its application to chemical cells, a relation between Gibbs energy change and EMF of a cell, fuel cells and corrosion. അപ്പോൾ കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോകെമിസ്ട്രി എന്നാണ്. അതായത് ഈ യൂണിറ്റ് 7 റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി എന്നാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് കേട്ടോ ഇത്.
അടുത്ത യൂണിറ്റ് 8 സൊല്യൂഷൻസ്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്, solubility of gases in liquids, solid solutions, colligative properties, relative lowering of vapor pressure, Raoult's law, elevation of boiling point, depression of freezing point, osmotic pressure, determination of molecular masses using colligative properties, abnormal molecular mass, Van Hoff factor. നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ച സൊല്യൂഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഏതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. യൂണിറ്റ് 9 കെമിക്കൽ കൈനറ്റിക്സ്. റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ആവറേജ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ്സ് ഓഫ് റിയാക്ഷൻ, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ, rate and specific rate constant, integrated rate equations and half-life only for 0 and first order reactions. Concept of collision theory, elementary idea, no mathematical treatment, activation energy, Arrhenius equation. ഇപ്പോൾ കൊളീഷൻ തിയറി ഒക്കെ ഇതിൽ നമ്മുടെ സിലബസ് കൊളീഷൻ തിയറിയിൽ നിന്ന് നമുക്ക് +2 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ. പലരും അത് വിട്ട് പഠിച്ചതുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സിമ്പിളായിരുന്നു. അപ്പോൾ കീം സിലബസ് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പഠിക്കണം കേട്ടോ. യൂണിറ്റ് 10 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, നമ്മുടെ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്. ജനറൽ ഇൻട്രൊഡക്ഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒക്കറൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്, ജനറൽ ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ മെറ്റൽസ്, മെറ്റാലിക് ക്യാരക്ടർ, അയണൈസേഷൻ എൻതാൽപ്പി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, അയണിക് റേഡിയൈ, കളർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ്, അലോയ് ഫോർമേഷൻ, പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ലാന്തനോയിഡ്സ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, കെമിക്കൽ റിയാക്ടിവിറ്റി ആൻഡ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ and its consequences, actinoids, electronic configuration, oxidation states and comparison with lanthanoids. അപ്പോൾ നമ്മുടെ NCERT ബുക്ക് ഫുൾ പഠിക്കണമെന്ന് അർത്ഥം. ഇനി അടുത്ത യൂണിറ്റ് 11 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇൻട്രൊഡക്ഷൻ, ലിഗാൻഡ്സ്, കോർഡിനേഷൻ നമ്പർ, കളർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഷേപ്സ്, IUPAC nomenclature of mononuclear coordination compounds, bonding, Werner's theory, VBT, CFT, isomerism, structural and stereoisomerism. Importance of coordination compounds in qualitative analysis, extraction of metals and biological systems. അടുത്തത് നമ്മുടെ യൂണിറ്റ് 12 ആണ്, ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കാണ്. ജനറൽ ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് IUPAC nomenclature of organic compounds, electronic displacements in covalent bond, inductive effect, electromagnetic resonance and hyperconjugation, homolytic and heterolytic fission of covalent bond, free radicals, carbocations, carbanions, electrophiles and nucleophiles, types of organic reaction. ഇംപ്രൂവ്മെൻറ്റ് കൂടി എഴുതിയവർക്ക് ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇയർ മാത്രം എഴുതിയിട്ടുള്ളവർക്ക് കുറച്ചൊക്കെ മറന്നുപോയി കാണും. അപ്പോൾ അതൊന്ന് പോയി റിവൈസ് ചെയ്തിട്ട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. യൂണിറ്റ് 13 ഹൈഡ്രോകാർബൺസ്. ആദ്യം നമ്മുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോകാർബൺസ്, ആലിഫാറ്റി ഹൈഡ്രോകാർബൺസ് ആണ് ആദ്യം. ആൽക്കൈൻസ്, നോമൻക്ലേച്ചർ, ഐസോമെറിസം, കൺഫർമേഷൻസ്, ഈഥൈൻ ഓൺലി, ഈഥൈൻ്റെ കൺഫർമേഷൻ മാത്രം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്ലൂഡിംഗ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഓഫ് ഹാലജനേഷൻ, combustion and pyrolysis, alkenes, nomenclature, structure of double bond, ethene only, geometrical isomerism, physical properties, methods of preparation, chemical reactions, addition of hydrogen, halogen, water, hydrogen halides, അതായത് മാർക്കോനിക്കോവ് റൂളും ആൻറ്റി മാർക്കോനിക്കോവ് റൂളും, അതായത് പെറോക്സൈഡ് ഇഫക്റ്റ്, ഓസോണോളിസിസ്, ഓക്സിഡേഷൻ, മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് അഡീഷൻ. ഇനി ആൽക്കൈൻസിന് എന്തൊക്കെയാണ്? നോമൻക്ലേച്ചർ, സ്ട്രക്ചർ ഓഫ് ട്രിപ്പിൾ ബോണ്ട്, ഇഥൈൻ ഓൺലി, physical properties, methods of preparation, chemical reactions, acidic character of alkanes, addition reactions of hydrogen, halogen, hydrogen halides and water. ഇനി aromatic hydrocarbons, introduction, IUPAC nomenclature, benzene, resonance, aromaticity, chemical properties, mechanism of electrophilic substitution. ഇനി അതിൽ ഏതൊക്കെ വരും? നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലോജനേഷൻ, ഫ്രെഡറിക് ആൽക്കൈലേഷൻ, അസൈലേഷൻ, ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ, കാർസിനോജനസിറ്റി ആൻഡ് ടോക്സിസിറ്റി. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രോകാർബൺസിൽ ചോദിക്കുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ഇയർ ഓർഗാനിക് കെമിസ്ട്രി യൂണിറ്റ് 14 ഹലോ ആൽക്കെയിൻസ് ആൻഡ് ഹലോവരീൻസ്. ഹലോ ആൽക്കെയിൻസ്, നോമൻക്ലേച്ചർ, നേച്ചർ ഓഫ് CX ബോണ്ട്, കാർബൺ ഹാലോജൻ ബോണ്ട്, physical and chemical properties, mechanism of substitution reactions, optical rotation, haloarenes, nature of CX bond, substitution reactions, directive influence of halogen for monosubstitute compounds only, uses and environmental effects of polyhalogen compounds, that is dichloromethane, trichloromethane, tetrachloromethane, iodoform, freons, DDT, etc. In unit 15 alcohols, phenols and ethers. ആൽക്കഹോൾസിൽ നോമൻക്ലേച്ചർ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് only, identification of primary, secondary and tertiary alcohols, mechanism of dehydration, uses with special reference to methanol and ethanol, phenols, nomenclature, methods of preparation, physical and chemical properties, acidic nature of phenol, electrophilic substitution reactions, uses of phenols, ethers, nomenclature, methods of preparation, physical and chemical properties, uses. ഇനി യൂണിറ്റ് 16 ആൽഡിഹൈഡ്സിൽ
Aldehydes, ketones and carboxylic acids il ninnu aldehydes and ketones nomenclature, nature of carbonyl group, methods of preparation, physical and chemical properties and mechanism of nucleophilic addition, reactivity of alpha hydrogen in aldehydes, uses, carboxylic acids nomenclature, acidic nature, methods of preparation, physical and chemical properties, uses. In unit 17 organic compounds containing nitrogen, അതായത് amines nomenclature, classification, structure, methods of preparation, physical and chemical properties, uses, identification of primary, secondary and tertiary amines, cyanides and isocyanides will be mentioned at relevant places in context. Diazonium salts, preparation, chemical reactions and importance in synthetic organic chemistry. Last unit 18 biomolecules. Carbohydrates, classification, aldoses and ketoses, monosaccharides, glucose and fructose, D and L configuration, oligosaccharides, sucrose, lactose, maltose, polysaccharides, starches, cellulose, glycogen, importance, proteins, elementary idea of alpha amino acids, peptide bond, polypeptides, proteins, primary structure, secondary structure, tertiary structure and quaternary structure, qualitative idea only. Denaturation of proteins, enzymes, hormones, elementary idea excluding structure, vitamins, classification and functions, nucleic acids, DNA and RNA. അപ്പോൾ ഇത്രയാണ് നമ്മുടെ KEAM 2025 കെമിസ്ട്രിയുടെ ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ ഇനി ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതാദ്യം പഠിച്ചു തുടങ്ങുക. അതിനുശേഷം നമ്മൾ അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ടോപ്പിക്കിൽ യൂണിറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ.